കമ്മി, കൊങ്ങി, സംഘി ഒരു അഭിപ്രായം, ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു രീതിയിലോട്ട് ആൾക്കാരെ വകമാറ്റുന്ന ഒരു പരിപാടിയാണ്. എന്ത് സമൂഹമാണ്? നമ്മൾ സർക്കാരിന്റെ നല്ല വശങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവൻ സംഖ്യയായി, അല്ല സംഖ്യയല്ല മറ്റേ കമ്മിയായി. സംഖ്യ, കൊങ്കി, കമ്മി ഒരു പിടിയില്ല. എന്നിട്ട് പിന്നെ BJP സർക്കാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉടനെ അത് സംഖ്യയായി. പിന്നെ കോൺഗ്രസിനെ പറയുന്നത് കൊങ്കിയായി. എന്ത് മനുഷ്യന്മാരാണ്, എന്ത് സമൂഹമാണ്. ദുരിതാശ്വാസ ഫണ്ടിലോട്ട് പണം സ്വരൂപിക്കണം, അല്ലെങ്കിൽ അതിലോട്ട് പണം ഇടുന്നതാണ് ഏറ്റവും നമ്മളെപ്പോലുള്ള പബ്ലിക്കിന്, പൊതുസമൂഹത്തിന് നല്ലത് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു പോയി. ഉടനെ അന്തം കമ്മി സ്പോട്ടഡ്, ഇവൻ കമ്മി ന്യായീകരണ തൊഴിലാളിയാണ്, മറ്റേതാണ് മറിച്ചാണ്. എന്റെ പൊന്നു മനുഷ്യന്മാര്, എല്ലാവരും അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുവിൽ മാറി നിന്നുകൊണ്ട്, അതായത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് നല്ലതായിട്ട് പറയുന്ന ഒരു രീതിയാണുള്ളത്. ഇപ്പൊ നമ്മളെപ്പോലുള്ള പബ്ലിക്കിന് അതേ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിന്ന് പൈസ പിടിച്ചോളൂ. അത് വേറൊരു കാര്യമാണ്. നിങ്ങൾ എടുക്കാൻ പോകുന്ന ടിക്കറ്റ്, നിങ്ങൾ ബിവറേജിൽ കുപ്പി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്, സാധനം വാങ്ങിക്കാൻ പോകുന്നതിന് അതിന്, പിന്നെ നിങ്ങൾ ട്രാവലിംഗിന് പോയി അങ്ങനെ ആ ഫ്ലഡ് സെസ്, ഈ സെസ്, ആ സെസ് എന്താണ് നിങ്ങളെ തന്നെ പിടിക്കും. നിങ്ങൾ അറിഞ്ഞോ അറിയാതെ കൊടുത്തിരിക്കും. സർക്കാരിന് അതിന്റെ ഉത്തരവാദിത്തം കൊണ്ട് സർക്കാർ അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ ആരോപണങ്ങൾക്ക് നിങ്ങൾ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടല്ലോ സംഭവം, കംപ്ലീറ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് നോക്കാമല്ലോ. ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് കിട്ടുമല്ലോ, വിവരാവകാശ നിയമപ്രകാരം കിട്ടുമല്ലോ. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ദുരിതം അനുഭവിക്കുന്നവർക്കാണ്. അപ്പൊ അത് ചിലപ്പോൾ വയനാട് ദുരിതാശ്വാസ നിധിയിലോട്ടാണ് കൊടുക്കുന്നതെങ്കിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത രീതിയിലോട്ടായിരിക്കും പോണത്. മനസ്സിലായി? നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയുക, പിണറായി വിജയനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സഖാക്കന്മാരെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഒരു രീതിയല്ല. നമ്മൾ നിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, നമുക്കൊരു സിസ്റ്റം ഉണ്ട്, നമുക്കൊരു സർക്കാരുണ്ട്. കുറച്ചെങ്കിലുമൊക്കെ നമ്മൾ ബഹുമാനിക്കണം. തെറ്റുകുറ്റങ്ങളുണ്ട്, ഇല്ലെന്നല്ല, തെറ്റുകുറ്റങ്ങളുണ്ട്, നമുക്ക് തീർച്ചയായും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്, എല്ലാം ശരി തന്നെയാണ്. ഇപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹം വന്നല്ലോ, അദ്ദേഹം വന്നതിന് ശേഷം ഫുൾ ആയിട്ടുള്ള എമൗണ്ട് കാര്യങ്ങൾ എത്രത്തോളം ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നല്ലൊരു എമൗണ്ട് കിട്ടും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. ഇപ്പൊ നമ്മൾ ഉടനെ അദ്ദേഹത്തെ സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സംഖ്യയാവും. നല്ല പ്രവർത്തനങ്ങൾ നല്ലതായിട്ട് തന്നെ പറയാം. ഈ ഒരു അവസരത്തിൽ നമ്മൾ തീർച്ചയായിട്ടും രാഷ്ട്രീയം പറയരുത്. ദയവ് ചെയ്ത് നിങ്ങൾ രാഷ്ട്രീയം പറയരുത്. രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം പറയാം, രാഷ്ട്രീയം എന്ന് പറഞ്ഞ അർത്ഥം വേറെ. പക്ഷേ ഒരു സംഘടനയിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾ പറയുമ്പോൾ, അത് മുതലെടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അതൊരു പ്രയാസമാണ്. ഈ ഒരു സമൂഹത്തിൽ ഒരു കാര്യം പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘടനയിലോട്ട് നമ്മളെ അടിമപ്പെടുത്തുക, അത് ഒരു ശരിയായ ഒരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ അഖിൽമാരാരുടെ കാര്യത്തിനെ വെച്ചിട്ടാണ് ആ സംഭവം പറഞ്ഞത്. അപ്പൊ അഖിൽമാരാർ പറഞ്ഞു, സ്വന്തം അയാൾ പറഞ്ഞിട്ടില്ല, അയാൾ പക്ഷെ കൊടുക്കത്തില്ല, പക്ഷെ അയാളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ ഇതൊരു എന്താ പറയുക, അവർ നോക്കുമ്പോൾ ആ കൺഫ്യൂഷൻ ആവും, കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പൊ അഖിൽമാരാർ പോലെ നമുക്ക് അവിടെ പോയിട്ട് വീട് വെച്ച് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നല്ലൊരു ചാരിറ്റി സംഭവങ്ങൾ നോക്കിയിട്ട് അതിലേക്ക് ക്യാഷ് കൊടുക്കുക. ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഉടനെ, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അഖിൽമാരാർ ആരാണ്? അഖിൽമാരാർ എന്താണ്, സംഖ്യയാണോ, കമ്മിയാണോ, കൊങ്ങിയാണോ? അഖിൽമാരാർ കൂടുതൽ ഇടതുപക്ഷത്തിനാണല്ലോ മോശമായിട്ട് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ എന്താണ്? പുള്ളി സംഖ്യയാണോ? പുള്ളി ചില കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ചിലതൊക്കെ പുള്ളി പറയുന്നത് നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ചില പറയുന്നത് അഖിൽമാരാരുടെ വീഡിയോ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ലൈക്ക് കിട്ടും. ഈ അഖിൽമാരുടെ ബിഗ് ബോസിന് മാത്രം ക്ലിക്ക് ചെയ്ത ആളാണ്. നമ്മളൊക്കെ, ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നമുക്ക് അതിനു മുമ്പേ ലൈക്സും കാര്യങ്ങളും ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യവും കാര്യങ്ങളും വെച്ചിട്ട് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും പറയുന്നു, ബിഗ് ബോസിലൂടെ ക്ലിക്കായി. അപ്പോൾ എനിക്ക് അഖിൽമാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് വീഡിയോക്ക് ലൈക്ക് കിട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളും പറയേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ഉടനെ ഒരു സംഘത്തിലേക്ക് നമ്മളെ അങ്ങനെ ഒരു അടിമയാക്കി മാറ്റരുത് എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. ഇപ്പൊ BJP സർക്കാർ അവർ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ പറയും. അങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടറാണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ അതിനകത്ത് വന്നിട്ട് നമ്മളെ ഒരു വിഭാഗത്തിലേക്ക് നമ്മൾ തളച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല. ഇപ്പൊ നമ്മൾ പറയാനുള്ള കാര്യം തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അതാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ദുരിതാശ്വാസ നിധിയിലോട്ട് കൊടുക്കണോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റി, അതായത് ബെസ്റ്റ് ആയിട്ടുള്ള ചാരിറ്റി അതുമായിട്ട് ബേസ് ചെയ്തിട്ട് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം. പക്ഷെ ഞാൻ ദുരിതാശ്വാസ നിധിയിലോട്ട് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്.